സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ട്രംപിന് നൽകണം. ശരിക്കും പറഞ്ഞ ഒരു കോമഡി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇറാനിലേക്ക് തുടർച്ചയായി ബോംബാക്രമണം നടത്താൻ കമാൻഡ് ചെയ്ത ഒരു ഭരണാധികാരിയാണ് ഈ ഡൊണാൾഡ് ട്രംപ്. ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ ട്രംപ് ഒരു കാരണമായി എന്നുള്ളതാണ്. ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ട്രംപിന്. അതുകൊണ്ട് ഇറാൻ ഇപ്പൊ തീർക്കണം എന്ന് പറഞ്ഞിട്ടാണ് ചർച്ച നടന്നത്. ട്രംപിനെ പിന്തുണച്ചത് ആരാ? ഒന്ന് പാകിസ്ഥാൻ എപ്പോ തീരുമെന്നുള്ളത് അവർക്ക് പോലും അറിയില്ല. ഇന്ത്യ ഏത് സമയത്താണ് കയറി അടിക്കുക എന്നുള്ളത് നോക്കിയിരിക്കുന്ന ഒരു സാഹചര്യം. പക്ഷേ പാകിസ്ഥാന്റെ ഉന്നത സൈനിക മേധാവിയെ വിളിച്ച് വിരുന്നു കൊടുത്തു ട്രംപ്. ഒരു ഇത്തിരി ഭക്ഷണം വരുമ്പോൾ അത് കഴിക്കാൻ വേണ്ടി പട്ടിണിക്കോലങ്ങളായിട്ട് ക്യൂ നിൽക്കുക നൂറുകണക്കിന് ആളുകൾ. അവർക്ക് നേരെയാണ് ഇസ്രായേലി സൈന്യം വെടിയുതിർക്കുന്നത്. ഇത് ഇസ്രായേലിന്റെ അവകാശമാണെന്നാണ് ട്രംപ് വച്ചാൻ പറയുന്നത്. ഒരു വെളിവുമില്ലാതെ സംസാരിക്കുന്ന ഒരാൾക്ക് നോബൽ സമ്മാനമല്ല, മനുഷ്യന്മാർ വാങ്ങുന്ന എന്തെങ്കിലും സമ്മാനം കൊടുക്കാൻ പറ്റുമോ എന്നുള്ള സ്വാഭാവികമായ ചോദ്യം എനിക്കുള്ളൂ. എല്ലാ മാധ്യമങ്ങളും വെളിപ്പെടുത്തി, അമേരിക്കയുടെ ഇന്റലിജൻസ് പോലും തുറന്നു പറഞ്ഞു. ഇപ്പോൾ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഇയാൾ നടത്തിയത് നുണയാണ്. ഇറാനിലേക്ക് ആക്രമണം നടത്തിയതുമായി ബന്ധപ്പെട്ട് ഇയാൾ പറഞ്ഞത് നുണയാണ്. യുക്രൈൻ റഷ്യ യുദ്ധം ഇപ്പോൾ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ആ ഭാഗത്തേക്ക് എടുക്കാൻ ഈ ചങ്ങായിനെ കൊണ്ട് പറ്റിയിട്ടില്ല. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ട്രംപിന് നൽകണം എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിനു മുൻപ് പാകിസ്ഥാനും ട്രംപിന് വേണ്ടി ഈ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷെ പല ലോകരാജ്യങ്ങളും ട്രംപിന്റെ പല നയങ്ങളെയും എതിർക്കുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ടായിരിക്കും ചിലർ മാത്രം ട്രംപിന് ഈ ഒരു സമാധാനത്തിന്റെ നോബൽ സമ്മാനം നൽകണമെന്ന് ആവശ്യപ്പെടുന്നത്? ശരിക്കും പറഞ്ഞ ഒരു കോമഡി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ കഴിഞ്ഞ ആഴ്ച ഇറാനിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു 13,000 പൗണ്ട് ഭാരമുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകൾ എന്ന് പറയുന്ന അമേരിക്ക ഇതുവരെ പ്രയോഗിക്കാത്ത, പരീക്ഷിച്ചു പോലും നോക്കാത്ത ബോംബുകൾ നിക്ഷേപിച്ച B-2 സ്റ്റെൽത്ത് ബോംബറുകൾ എന്ന് പറയുന്ന 18,000 കോടി രൂപ മൂല്യമുള്ള വിമാനങ്ങൾ ഉപയോഗിച്ച് ഇറാനിലേക്ക് തുടർച്ചയായി ബോംബാക്രമണം നടത്താൻ കമാൻഡ് ചെയ്ത ഒരു ഭരണാധികാരിയാണ് ഈ ഡൊണാൾഡ് ട്രംപ്. അതിനു മുമ്പ് അമേരിക്കയുടെ ആശീർവാദത്തോടു കൂടി ഇസ്രായേൽ ഗസയിൽ കൂട്ടക്കുരുതി നടത്തിയപ്പോൾ അതൊക്കെ ഇസ്രായേലിൻ്റെ അവകാശമാണ് എന്ന് പറഞ്ഞ ലോക നേതാവാണ് ട്രംപ്. ഇങ്ങനെയുള്ള ഒരു നേതാവിന് സമാധാനത്തിന് നോബൽ സമ്മാനം കൊടുക്കണമെന്ന് പറയുന്നവർക്കാണോ ഇനി അത് കേൾക്കുന്നവർക്കാണോ കുഴപ്പമെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വലിയ ആശങ്കയുണ്ട്. കാരണം ഒരിക്കലും ഒരു നോബൽ സമ്മാനത്തിന്, അത് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് പ്രവർത്തനമാണ് ട്രംപ് നടത്തിയതെന്ന് എനിക്കറിയില്ല. ഇവർ പറയുന്നത് പല രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ ട്രംപ് ഒരു കാരണമായി എന്നുള്ളതാണ്. അല്ല, അത് ട്രംപ് അല്ലേ പറയുന്നത്. ട്രംപ് അങ്ങനെ പലതും പറയും. ട്രംപിന്റെ മാധ്യമ വാർത്താ സമ്മേളനങ്ങളെയൊക്കെ ഭ്രാന്തന്റെ ജൽപ്പനം എന്ന് വിശേഷിപ്പിക്കുന്ന അന്താരാഷ്ട്ര മാധ്യമ പ്രവർത്തകരുണ്ട്. അതായത് ഒരു ഭ്രാന്ത് പിടിച്ച പോലെ സംസാരിക്കുന്ന ഒരു നേതാവ് എന്ന നിലയിൽ ട്രംപിനെ മാർക്ക് ചെയ്തിട്ടുള്ള അന്താരാഷ്ട്ര മാധ്യമ പ്രവർത്തകരുണ്ട്, കോളമിസ്റ്റുകളുണ്ട്. ഒരുപാട് അമേരിക്കൻ മാധ്യമങ്ങളിൽ പോലും ഒരു കോമഡി പീസായിട്ട് ഇദ്ദേഹത്തെ നെറേറ്റ് ചെയ്യുന്ന നെറേഷൻസ് വരുന്നുണ്ട്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഡൊണാൾഡ് ട്രംപ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ആഗ്രഹിക്കുന്നുണ്ട്. അയാളുടെ ആഗ്രഹമാണ്, വ്യക്തിപരമായിട്ട് അയാൾക്ക് അതിനോട് ഭയങ്കര ആഗ്രഹം. അതെ, പക്ഷേ അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ മനുഷ്യന് അതിനുള്ള കപ്പാസിറ്റി ഇല്ല. ഇദ്ദേഹം പ്രസിഡന്റ് ആകുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ: ഒന്ന്, ഈ ഇസ്രായേൽ പലസ്തീൻ വിഷയം ഞാൻ പരിഹരിക്കും, യുക്രൈൻ റഷ്യ യുദ്ധം ഞാൻ പരിഹരിക്കും. ഇത് രണ്ടും ഭരണത്തിലേറിയ ഉടനെ ഞാൻ പരിഹരിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞത്. ട്രംപിന്റെ തെരഞ്ഞെടുപ്പ്, റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ അമേരിക്കയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് യുദ്ധമില്ലാത്തൊരു ലോകക്രമത്തിന് വേണ്ടി ട്രംപ് ഇറങ്ങി പുറപ്പെടുമെന്നായിരുന്നു. അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളെ, യുക്രൈനും ഇസ്രായേലിനും ഒക്കെ ആയുധങ്ങൾ അമേരിക്ക കൈയച്ച് സഹായിക്കുന്നതുകൊണ്ട് അമേരിക്കയുടെ പ്രതിരോധത്തിന് പോലും ഇവിടെ ആയുധങ്ങളില്ല, അതുകൊണ്ട് ഇനി മറ്റ് രാജ്യങ്ങൾക്ക് ആയുധങ്ങളും സഹായങ്ങളും ഞങ്ങൾ കൊടുക്കില്ല, ഞങ്ങൾ അധികാരത്തിൽ വന്നാലെന്ന് പറഞ്ഞിട്ടുള്ള ആളുകളാണ് ഈ ട്രംപിന്റെ ടീം. പക്ഷെ അധികാരത്തിൽ വന്നതിന് ശേഷം യുക്രൈനുമായും റഷ്യയുമായിട്ട് ഈ ചങ്ങായി ചർച്ച നടത്തി. ഒന്നും സംഭവിച്ചില്ല, ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ട്രംപിന്. അതുപോലെ തന്നെ ഈ പറയുന്ന ഇസ്രായേൽ പലസ്തീൻ യുദ്ധം പരിഹരിക്കാൻ വേണ്ടിയല്ല, പരിഹരിക്കാൻ വേണ്ടി പോലുമല്ല അവിടെ ചർച്ച നടത്തി. അവിടെ നെതന്യാഹു ആദ്യമായിട്ട് ട്രംപ് വിളിച്ചു വരുത്തിയ, അല്ലെങ്കിൽ ട്രംപിനെ കാണാൻ വന്ന ഒരു ഭരണാധികാരി നെതന്യാഹുവാണ്. 2 തവണ ഈ വൈറ്റ് ഹൗസിൽ ചർച്ചകൾ നടന്നു. ഈ 2 ചർച്ചകളും സമാധാന ചർച്ചയായിരുന്നില്ല. ഈ 2 ചർച്ചയും ഇറാനെ ആക്രമിച്ച് നശിപ്പിക്കുക. ഇറാൻ ആണവ പരീക്ഷണം നടത്തുന്നു, ആണവശക്തിയാണ്, ഇറാൻ ആണവായുധങ്ങൾ ഉണ്ടാക്കുന്നു, അത് ഇസ്രായേലിന് ഭീഷണിയാണ്, അതുകൊണ്ട് ഇറാനെ ഇപ്പൊ തീർക്കണം എന്ന് പറഞ്ഞിട്ടാണ് ചർച്ച നടന്നത്. ഇവിടങ്ങളിലൊന്നും സമാധാനത്തിന് വേണ്ടി ഒരു അക്ഷരം ഇണ്ടാനുള്ള ആർജവം ട്രംപിനുണ്ടായിട്ടില്ല. ഇപ്പോ പല ലോകരാജ്യങ്ങളിലെയും പല നേതാക്കന്മാരും പറയുന്നുണ്ട് ഈ ട്രംപിന്റെ പല നീക്കങ്ങളും ലോകത്തിന്റെ തന്നെ നേതാവാകാനുള്ള, എല്ലാ രാജ്യങ്ങളുടെയും ഹെഡായിട്ടിരിക്കാനുള്ള ഒരു നീക്കമാണ് ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ ട്രംപിന് നോബൽ സമ്മാനം നൽകണമെന്ന് പറയുന്ന ഈ പല ആളുകളും അതിനോട് ചേർന്ന്, അല്ലെങ്കിൽ ട്രംപിന്റെ ഈ ഒരു നീക്കത്തോട് സപ്പോർട്ട് ചെയ്ത് പോകുന്നവരാണ്.
അവരുടേതായ ആഗ്രഹങ്ങൾക്ക് ട്രംപ് നിൽക്കുമെന്നുള്ളൊരു വിശ്വാസം കൊണ്ടായിരിക്കും ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ളവര് ട്രംപിന് ഇങ്ങനെ ഒരു അവാർഡ് നൽകണം അല്ലെങ്കിൽ നൊബേൽ സമ്മാനം നൽകണമെന്ന് ആവശ്യപ്പെടുന്നത്. അല്ല, അതിന്റെ അകത്ത് ഇപ്പൊ ഇന്ത്യ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല. ഇന്നലെ ബ്രിക്സ് ഉച്ചകോടിയില് സകലമാന രാജ്യങ്ങളും പ്രമേയം പാസാക്കിയത് ഇറാനെതിരെ അമേരിക്ക നടത്തിയ ആക്രമണത്തിനെതിരായിരുന്നു. ഇസ്രായേൽ ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണത്തിനെതിരെയാണ് ലോകരാജ്യങ്ങൾ ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രമേയം പാസാക്കിയത്. അപ്പൊ ലോകത്തിലെ കരുത്തരായിട്ടുള്ള രാജ്യങ്ങൾ, ഇന്ത്യ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ആരും ട്രംപിനെ അങ്ങനെ പിന്തുണയ്ക്കുന്ന ആളുകളൊന്നുമല്ല. ഈ പറയുന്ന ട്രംപിനെ പിന്തുണയ്ക്കുന്ന ആളുകളല്ല, അതാണ് ഞാൻ ചോദിച്ചത്. പിന്നെ എന്തുകൊണ്ടായിരിക്കാം കുറച്ച് ആളുകൾ മാത്രം ട്രംപ് അവിടേക്കാണ് വരുന്നത്. അവിടെ ട്രംപിനെ പിന്തുണച്ചത് ആരാ? ഒന്ന് പാകിസ്ഥാൻ എപ്പോ തീരുമെന്നുള്ളത് അവർക്ക് പോലും അറിയില്ല. കാരണം അതിനുള്ളിൽ തന്നെ വലിയ കലാപങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അതിനകത്ത് എത്ര പ്രവിശ്യകളുണ്ടോ ഓരോ പ്രവിശ്യകളും ഓരോ രാജ്യങ്ങളാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. സാമ്പത്തികമായി തകർന്ന് കുത്തുവാളെടുത്തിരിക്കുകയാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മറ്റെവിടെ നിന്നോ പരസ്യമായൊരു സഹായം കിട്ടുകയില്ല. ഇന്ത്യയുടെ ഭാഗത്ത് ചിന്തിക്കുക വേണ്ട, ഇന്ത്യ ഏത് സമയത്താണ് കയറി അടിക്കുക എന്നുള്ളത് നോക്കിയിരിക്കുന്ന ഒരു സഹായം. അപ്പം ഇവർക്ക് ബാക്കപ്പ് ഇല്ല. ഇവർക്ക് ഒരു ബാക്കപ്പ് കൊടുക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പിന്തുണ കൊടുക്കാൻ ട്രംപ് അമേരിക്ക ഉണ്ടാകും. കാരണം പഹൽഗാം ഭീകരാക്രമണം നടന്ന സമയത്ത് പാകിസ്ഥാൻ ഒരു തീവ്രവാദ രാജ്യമാണെന്ന് പറയാനുള്ള ആർജവം കാണിക്കാത്ത ആളാണ് ഈ ട്രംപ്. ആ സമയത്ത് ഇന്ത്യക്കൊപ്പം എല്ലാവിധ പിന്തുണയും കൊടുത്ത് നിൽക്കേണ്ട ഒരാളാണ് ട്രംപ്. നിന്നില്ല. അതിനുശേഷം എന്താ സംഭവിച്ചത്? പാകിസ്ഥാന്റെ ഉന്നത സൈനിക മേധാവിയെ വിളിച്ച് വിരുന്നു കൊടുത്തു ട്രംപ്. അതിന് തൊട്ടു പിന്നാലെയാണ് ട്രംപിന് നോബൽ സമ്മാനം കൊടുക്കണമെന്ന് പാകിസ്ഥാൻ പറഞ്ഞത്. ഇതുപോലെ തീവ്രവാദ ശക്തികള്, പിന്നെ അതുപോലെ തന്നെ ഗസയിൽ കൂട്ടക്കുരുതി നടത്തുന്ന ഇസ്രായേലിന്റെ ഭരണാധികാരിയെ പോലുള്ള ആളുകൾ, ഇവരെയൊക്കെ ഒപ്പം നിർത്തിയിട്ട് അവരെ കൊണ്ടാണ് ഈ പറയിക്കുന്നതെന്ന്. മാനമര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരു രാജ്യത്തിന്റെ ഒരു പ്രധാന പദവിയിൽ ഇരിക്കുന്ന ആരും ട്രംപിന് നോബൽ സമ്മാനം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഇത് ട്രംപിന്റെ വ്യക്തിപരമായ ആഗ്രഹങ്ങളാണ്. എന്ന് മാത്രമല്ല, ഈ മനുഷ്യൻ അധികാരത്തിലേറിയ ശേഷം ചെയ്ത ചെയ്ത്താണ് ഒന്ന് ഈ പറയുന്ന ഇറാനിലേക്ക് ആക്രമണം നടത്തി, ഇസ്രായേല് ഗസയിൽ കൂട്ടക്കുരുതി നടത്തുന്നു, ഭക്ഷണം കഴിക്കാതെ മാസങ്ങളായി പട്ടിണി കിടക്കുന്ന ഒരു ജനത, ഒരു ഇത്തിരി ഭക്ഷണം വരുമ്പോൾ അത് കഴിക്കാൻ വേണ്ടി പട്ടിണിക്കോലങ്ങളായിട്ട് ക്യൂ നിൽക്കുക നൂറുകണക്കിന് ആളുകൾ. അവർക്ക് നേരെയാണ് ഇസ്രായേലി സൈന്യം വെടിയുതിർക്കുന്നത്. ഇത് ഇസ്രായേലിന്റെ അവകാശമാണെന്നാണ് ട്രംപ് വച്ചാൻ പറയുന്നത്. പിന്നെ ഇയാളെ എങ്ങനെ പിന്തുണയ്ക്കാൻ പറ്റും? ഇയാൾ എന്ത് സമാധാനം ചെയ്തിട്ട്? ഇതിനേക്കാളൊക്കെ ഉപരി അമേരിക്കയിൽ നടക്കുന്ന പല പ്രകൃതി ദുരന്തങ്ങളും ട്രംപ് കാണാതെ പോകുന്നുണ്ടോ എന്നൊരു മറ്റൊരു സംശയം കൂടി ഉയർന്നു. അല്ല, ട്രംപിനെതിരെ വലിയ ഇലോൺ മസ്കിന്റെ ഏറ്റവും പുതിയ പ്രസ്താവന, പുതിയ പാർട്ടി രൂപീകരിക്കുമെന്നാണ് മസ്ക് പറയുന്നത്. പണത്തിന്റെ കാര്യത്തിലായാലും ജനപിന്തുണയുടെ കാര്യത്തിലായാലും ഒട്ടും പിന്നിലല്ല മസ്ക്. അത് മാത്രമല്ല, ലോകരാജ്യങ്ങൾ ഇയാളുടെ തീരുവ കൂട്ടലും കുറയ്ക്കലും കാരണം ലോകത്തിന്റെ സമ്പദ് വ്യവസ്ഥ തന്നെ പാളിപ്പോകുന്ന സാഹചര്യമുണ്ട്. കാരണം ഡോളറിലാണ് വിനിമയം നടക്കുന്നത്. മിക്ക രാജ്യങ്ങളിലും അന്താരാഷ്ട്ര വിനിമയം എന്ന് പറയുന്നത് ഡോളറിലാണ്. ഈ ചങ്ങാതി അവിടെ കിടന്ന് ഓരോ പരിഷ്കാരം കാണിക്കുമ്പോൾ അതിനനുസരിച്ച് സമ്പദ് വ്യവസ്ഥയിൽ അല്ലെങ്കിൽ കൺവേർഷൻ റേറ്റിലൊക്കെ മാറ്റങ്ങൾ വരും. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇന്ത്യയുടെയും അല്ലെങ്കിൽ രൂപയുടെയും ഡോളറിന്റെയും വിനിമയത്തിൽ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഡോളറായിട്ട് വരുമാനം വാങ്ങുന്ന ആളുകളെ സംബന്ധിച്ച്, ഡോളറിൽ കൺവേർഷൻ നടത്തുന്ന ആളുകളെ സംബന്ധിച്ച് ചിലപ്പോൾ വലിയ നഷ്ടം ഉണ്ടാവും. അപ്പോൾ അത് വലിയൊരു മേഖലയെ അപ്പാടെ തകർക്കും. ഇയാൾക്ക് അങ്ങനത്തെ ചിന്തയൊന്നുമില്ല. ഇപ്പൊ ഈ ബ്രിക്സ് ഉച്ചകോടി പ്രമേയം പാസ്സാക്കിയപ്പോൾ ഇയാൾ പറയുന്നത്, എങ്കിൽ പിന്നെ എല്ലാവർക്കും ഞാൻ പണി തരും, ഞാൻ എല്ലാവർക്കും തീരുവ കൂട്ടുന്നതാണ്. ഇങ്ങനെ ഒരു വെളിവുമില്ലാതെ സംസാരിക്കുന്ന ഒരാൾക്ക് നോബൽ സമ്മാനമല്ല, മനുഷ്യന്മാർ വാങ്ങുന്ന എന്തെങ്കിലും സമ്മാനം കൊടുക്കാൻ പറ്റുമോ എന്നുള്ള സ്വാഭാവികമായ ചോദ്യം എനിക്കുള്ളൂ. കാരണം ഈ വന്നതിന് ശേഷം സ്തുത്യർഹമായ ഒരു പരിപാടികൾ ചെയ്തിട്ടില്ല. ഇപ്പോൾ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ പ്രത്യാക്രമണം ഉണ്ടായ സമയത്ത് ഇയാൾ എന്ത് ചെയ്തെന്ന് ഈ പറയുന്നത്? ഇയാളൊരു പോസ്റ്റ് ഇടുന്നു, എക്സ് അല്ലെങ്കിൽ അതുപോലുള്ള 2-3 പ്ലാറ്റ്ഫോമുകളിൽ ട്രംപ് ഒരു പോസ്റ്റ് ഇടുകയാണ്, ഞാൻ ഇടപെട്ടു, ഇതൊക്കെ പരിഹരിച്ചു. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? നമ്മുടെ വിദേശകാര്യമന്ത്രി പറഞ്ഞത് എന്താ, അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ പറഞ്ഞത് എന്താ? പാകിസ്ഥാൻ പേടിച്ച് കാലിൽ വീണു. കാരണം നമ്മുടെ ആക്രമണം കൊണ്ട് പാകിസ്ഥാന്റെ ഒരു ഭാഗം തന്നെ പോയി. അത് ലോജിക്കുള്ള കാര്യം. അത് കാരണം ഇന്ത്യ അതുപോലെ ആക്രമണങ്ങൾ നടത്തി ലോജിക്ക് വെച്ച് ചിന്തിച്ചാൽ അത് കറക്റ്റാണ്. പാകിസ്ഥാനെ ഒരു വലിയ മേഖല ഒന്നാകെ തകർത്തു. പാകിസ്ഥാനെ സംബന്ധിച്ച് ഇനി ആക്രമണം നടത്താൻ അവരുടെ കയ്യിൽ ഒന്നുമില്ല. ഇനി ഇന്ത്യ കയറി ആക്രമിച്ചാൽ ഉള്ള ഭാഗം കൂടി കയ്യിൽ നിന്ന് പോകും. അതുപോലെ തന്നെ ഈ പറയുന്ന പല പ്രവിശ്യകളിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കലാപകാരികൾ ഭരണം പെട്ടെന്ന് പിടിച്ചെടുക്കും. അപ്പോൾ പാകിസ്ഥാന് ഭയമായി. അവരപ്പോൾ തന്നെ നയതന്ത്രപരമായ ചർച്ചകൾ നടത്തി ഇനി നമ്മൾ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പാകിസ്ഥാനെ വെറുതെ വിട്ടതാണ്. ഇതേ വിവരം പാകിസ്ഥാൻ ട്രംപിനെ അറിയിച്ച അല്ലെങ്കിൽ അമേരിക്കയിൽ പറഞ്ഞത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ ഒരു വിവരം ഇന്ത്യ പുറത്തുവിടുന്നതിന് മുൻപ് തന്നെ ട്രംപ് പുറത്തുവിട്ടത്. ട്രംപ് അതിന്റെ ക്രെഡിറ്റ് എടുക്കുകയാണ്. ഇപ്പൊ വേണ്ട, ട്രംപ് ഒരു നുണയനാണെന്നേ. ഇദ്ദേഹം ഇറാനിലേക്ക് ആക്രമണം, ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇട്ടിട്ട്, ശരിക്കും പറഞ്ഞാൽ ഒരു പാറമടയിൽ പാറ പൊട്ടിക്കുന്ന പണിയാണ് പുള്ളി ഇറാനിൽ ചെയ്തു കൊടുത്തത്. അല്ലാതെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് ഒരു തകർച്ചയും ഉണ്ടായിട്ടില്ല. അത് പിന്നീട് എല്ലാ മാധ്യമങ്ങളും വെളിപ്പെടുത്തി, അമേരിക്കയുടെ ഇന്റലിജൻസ് പോലും തുറന്നു പറഞ്ഞു. അതായത് ഇയാൾ പോസ്റ്റ് ഇട്ടത് എന്താ, ഞങ്ങളുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇറാന്റെ 3 ആണവ കേന്ദ്രങ്ങൾ തകർത്തു, അതിൽ ഭൂമിക്കടിയിലുള്ള ഫോർദോ ആണവ നിലയം വരെ ഞങ്ങൾ തകർത്തിട്ടുണ്ട്, ഞങ്ങൾ വിജയിച്ചു, ഞങ്ങൾ സന്തുഷ്ടരാണ്,
ഈ ആക്രമണത്തിൽ ഈ യുദ്ധത്തിൽ പങ്കെടുത്ത പട്ടാളക്കാരെ നിങ്ങളെക്കുറിച്ച് ഓർത്ത് എനിക്ക് അഭിമാനം തോന്നുന്നു എന്നാണ് ഇയാൾ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരു പാറമടയിൽ പാറ പൊട്ടിക്കുന്ന പണി ഇയാൾ ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ ഹൈടെക് വെർഷൻ അതാണ് ശരിക്കും അമേരിക്ക ഇറാനിൽ ചെയ്തത്. അതിന് ഇയാൾ ഇട്ടിരുന്ന പോസ്റ്റ് ഞങ്ങൾ വിജയിച്ചു, ഇറാൻ തകർന്നു എന്നാണ്. തൊട്ടു പിന്നാലെ ഇറാൻ പറഞ്ഞു ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. അതിന് തൊട്ട് പുറകെ ദൃശ്യങ്ങൾ പുറത്തു വന്നു, ഈ ആണവ നിലകൾക്കൊന്നും ഒന്നും സംഭവിച്ചിട്ടില്ല. കാരണം എന്തെങ്കിലും തരത്തിൽ ആണവ പ്ലാന്റുകൾക്ക് തകർച്ചയുണ്ടായാൽ ഈ ആണവ വികിരണം പുറത്തേക്ക് വരും. നമ്മൾ ഹിരോഷിമയിൽ നാഗസാക്കിയിലൊക്കെ കണ്ടതിന്റെ ഒരു ന്യൂക്ലിയർ ബോംബ് ഉപയോഗിച്ചതിന് സമാനമായി ആണവ വികിരണം ഉണ്ടാകും. ആ ഭാഗത്ത് ആളുകൾക്ക് നിൽക്കാൻ പറ്റില്ല. പക്ഷെ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി പറഞ്ഞത് അവിടെ ഒരു തരത്തിലൊരു വികിരണവും വന്നിട്ടില്ല എന്നാണ്. അപ്പൊ തന്നെ ഇദ്ദേഹത്തിന്റെ വാദം പൊളിഞ്ഞു. അപ്പൊ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഇയാൾ നടത്തിയത് നുണയാണ്. ഇറാനിലേക്ക് ആക്രമണം നടത്തിയതുമായി ബന്ധപ്പെട്ട് ഇയാൾ പറഞ്ഞത് നുണയാണ്. യുക്രൈൻ റഷ്യ യുദ്ധം ഇപ്പോൾ അവസാനിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് ആ ഭാഗത്തേക്ക് എടുക്കാൻ ഈ ചങ്ങായിനെ കൊണ്ട് പറ്റിയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന ഇസ്രായേൽ പലസ്തീൻ വിഷയം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ഇയാൾ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ് ഇതേ മനുഷ്യൻ തന്നെ പിന്നീട് പറയുന്നത് പലസ്തീനെ ഞങ്ങൾ നരകമാക്കുമെന്നാണ്. കുറച്ച് കഴിഞ്ഞിട്ട് പറയുന്നത് നമുക്ക് സമാധാനം ചർച്ച ചെയ്യാം. ഈ നാടൻ പ്രയോഗമുണ്ട്. ഇപ്പോൾ അടിച്ച ബ്രാൻഡ് മാറിപ്പോയതോ അല്ലെങ്കിൽ വേറെ കൂടിയ എന്തെങ്കിലും അടിച്ചിട്ട് പറയുകയാണെന്ന്, ഇതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ പറച്ചിലുകൾ. ഒരു ഉറപ്പില്ലാത്ത രീതിയിൽ ഇപ്പൊ തോന്നുന്നതാണ് അത് പറയാ. അപ്പൊ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ് ഭരണത്തിലേറിയ ഈ ഭരണാധികാരിയെ കൊണ്ട് ഒരു തരത്തിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ പറ്റിയിട്ടില്ല. അത് മാത്രമല്ല കൂടുതലാകുന്നു. പിന്നെ സ്വന്തം രാജ്യത്ത് വലിയ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അതൊന്നും അദ്ദേഹം കണ്ണു തുറന്ന് കാണുന്നില്ല. അതുപോലെ തന്നെ അന്താരാഷ്ട്ര ബന്ധം, അമേരിക്കയെ പോലെ രാജ്യത്തിന് ലോക രാജ്യങ്ങളോട് ഉണ്ടാകേണ്ട സൗഹൃദം പല ഭാവത്തിൽ പല രൂപത്തിൽ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇയാൾ ഓരോരോ തീരുമാനങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഭരണാധികാരിക്ക് നോബൽ സമ്മാനം പോയിട്ട് എന്ത് സമ്മാനമാണ് കൊടുക്കുക, എന്തിന്റെ പേരിൽ കൊടുക്കുമെന്നുള്ളതാണ് ചോദ്യം.